ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് 2021-ലും 2022-ലും ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. We adopted parliamentary democracy based on the British model. But how does our model different from that model? അതായത് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് മോഡലിനെ ബേസ് ചെയ്താണ്. പക്ഷെ അവര് നമ്മുടെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 രണ്ടും ഡിഫറൻസ് ആണ്. As regards legislation, the British Parliament is supreme or sovereign, but in India the power of the Parliament is to legislate is limited. അവിടെ എങ്ങനെയാണെന്ന് അറിയാമോ? പാർലമെന്റിനാണ് അവിടെ സൊവേണിറ്റി ഉള്ളത്, പാർലമെന്റിനാണ് പരമ അധികാരമുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാർലമെന്റിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബില്ലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ എന്താണ്, സുപ്രീം കോടതിക്കും ജുഡീഷ്യറിക്കും അതിനകത്ത് ഇടപെടാനുള്ള അവകാശമുണ്ട്. Okay. In India, matters related to the constitutionality of the amendment of an act of the parliament are referred to the constitution bench by the Supreme Court. അതാണ് ഇപ്പൊ പറഞ്ഞത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് സുപ്രീം കോടതിക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, പാർലമെന്റിനാണ് പരമാധികാരം. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ അവിടെ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ദ യൂണിയൻ ഗവൺമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. In 1970, the Department of Personnel was constituted on the recommendation of the Administrative Reforms Commission 1966. അതായത് നമുക്ക് UPSC ആണ്, അപ്പൊ കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണും. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇന്നലെ 2025 നമ്മുടെ PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അതിനകത്ത് UPSC 2010, 2011 കാലഘട്ടങ്ങളിലൊക്കെ ചോദിച്ചവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും വിത്ത് ആൻസേഴ്സ് നമ്മൾ നോക്കുന്നത് നല്ല കാര്യമാണ്. ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ അവർ കയറി ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്യാം. റൈറ്റ് ടു പ്രൈവസി ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിപ്പോ ഒരുപാട് കണ്ടതാണല്ലേ, ആർട്ടിക്കിൾ 21 ആണ്. ഇൻ ഇന്ത്യ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് എമൗണ്ട് ഓഫ് ഗിവൻ എബവ് ഈസ് കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരം വരുന്നത് 2ഉം 3ഉം ആണ് കറക്റ്റ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. അല്ല, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. During judicial custody, the police officer in charge of the case is not allowed to interrogate the suspect without the approval of the court. അത് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റോഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 82ന്റെ ആൻസർ ബി ആണ്. only 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. State governments have their own prisoners release on parole rules. നമ്മൾ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. At the national level, which ministry is the nodal agency to measure effective implementation of the Scheduled Tribes and Other Traditional Forest Dwellers Act 2006? ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ്. നമ്മൾ ഈ നോഡൽ ഏജൻസി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്. A legislation which confers on the executive or administrative authority and an unguided and uncontrolled discretionary power in matter of the application of law violates which one of the following articles of Constitution in India? ഉത്തരമായിട്ട് വരുന്ന എ ആണ്. ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 ആണ്. Which one of the following in Indian polity is an essential feature that indicates it is a federal in character? നമ്മുടെ ഫെഡറൽ ആണെന്ന് പറയാൻ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്.
The independence of judiciary is safeguarded. അതുകൊണ്ട് അതൊരു ഫീച്ചറാണ്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് ഫെഡറൽ ഫീച്ചറിനകത്ത് വരുന്നതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുക. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A community of persons permanently occupying a definite territory, independent of external control and possessing an organized government. അതാണ് ഈ സ്റ്റേറ്റിന്റെ മീനിങ്. ഇനി വേറൊരു സ്റ്റേറ്റും കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് സംസ്ഥാനം എന്നുള്ളൊരു ഇതിൽ വന്നതാണിത്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. only 1 ആണ് കറക്റ്റ്. Any retired judge of the Supreme Court of India can be called back to sit and act as a Supreme Court judge. സുപ്രീം കോർട്ട് ജഡ്ജ് ആവാനായിട്ട് പറ്റും ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. എ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ആസ് ദ സുപ്രീം കോർട്ട് ഡസ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. only 1 ആണ് കറക്റ്റ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1. There is only one citizenship and one domicile. അത് ശരിയല്ലേ? നമുക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഉള്ളൂ. A citizen by birth only can become the head of the state. അതിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. ബാക്കി രണ്ടും തെറ്റാണ്. Which one of the following factors constitute the best safeguard of liberty in a liberal democracy? ലിബർട്ടിയുടെ ഇത് വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. Under the Indian Constitution, concentration of wealth violates. Concentration of wealth എന്ത് വയലേറ്റ് ചെയ്യുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം? ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. What is the possession of the right to property in India? അത് ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ് നിന്ന് മാറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണ്. അത് നോട്ട് ചെയ്യുക കേട്ടോ. What was the exact constitutional status of India on 26th January 1950? അന്ന് എന്താ പ്രത്യേകത? നിലവിൽ വന്നു അല്ലേ? അന്നത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സൊവേറിയൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അത് കഴിഞ്ഞാണ് സെക്യുലർ എന്ന് പറഞ്ഞ വാക്കൊക്കെ വന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ കണ്ടതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റെസ്പെക്ട് ഓഫ് ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അല്ല, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നും കറക്റ്റ് അല്ല. ഭാരത് രത്ന പത്മ അവാർഡ്സ് ആർ ടൈറ്റിൽസ് അണ്ടർ ദ ആർട്ടിക്കിൾ 18(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. പത്മ അവാർഡ്സ് വിച്ച് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ 1950. അത് കുറച്ച് ഡെപ്തിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. above is correct. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. When a constitutional amendment bill is presented to the President of India, it is obligatory for the President of India to give അവരുടെ അസന്റ് കൊടുക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. A constitutional amendment bill must be passed by both houses, by both the Lok Sabha and Rajya Sabha by a special majority and the Rajya Sabha by a special majority. രണ്ടുപേരും പാസ്സാക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ല്. രാജ്യസഭയുടെ കാര്യത്തിൽ സ്പെഷ്യൽ മെജോറിറ്റി ആണ്. ആൻഡ് ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ജോയിനിങ് സിറ്റിംഗിന്റെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് നോട്ട് ചെയ്യാട്ടോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാട്ടോ. The total number of members in the union government, including the prime minister, shall not exceed 50% of the total members in the Lok Sabha. ലോക്സഭയാണെങ്കിലും സംസ്ഥാന നിയമസഭകളാണെങ്കിലും 15% കൂടരുത്. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് വന്നത്? 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ്. അത് PSC ചോദിച്ചു. ഈ വർഷം നടത്തിയ എക്സാമിന് PSC ചോദിച്ചിട്ടുണ്ട്. അത് 2010ലും 2009ലും ഒക്കെ UPSCയുടെ ഒരു PYQ ആയിരുന്നു. അപ്പൊ നോട്ട് ചെയ്യുക, UPSCയുടെ PYQs PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഗുണമാണ്. Which of the following are exclusive powers of Lok Sabha? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്. only 2 ആണ്. To pass a motion of non-confidence against the Council of Ministers. Non-confidence motion, അവിശ്വാസ പ്രമേയം, അത് എക്സ്ക്ലൂസീവ് പവർ ഓഫ് ലോക്സഭയാണ്. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതിപ്പോ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്.
വിത്ത് റെഫറൻസ് ടു ആന്റി ഡിഫെക്ഷൻ ലോ ഇൻ ഇന്ത്യ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? കൂറുമാറ്റ നിരോധന നിയമം ഏതാണ് കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2 ആണ്. The law does not provide any time frame with which in the presiding officer has to decide a defection case. ഒരു ടൈം ഫ്രെയിം അവിടെ വരുന്നില്ല. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ടും വരുന്നില്ല, നെയ്തർ ആട്ടോ, രണ്ടും വരുന്നില്ല, നെയ്തർ ആണ്. With reference to the writs issued by courts in India, consider the following statements. റിട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ഇതെല്ലാം വരുന്നുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. Mandamus will not lie against a private organization unless it is entrusted with a public duty. ഒരു പ്രൈവറ്റ് ഇതിനു വേണ്ടി വരുമോ? ഇല്ല. Mandamus will not lie against a company even though it may be a government company. കമ്പനിക്ക് വേണ്ടി അത് വരത്തില്ല. Any public-minded person can be petitioner to move the court to obtain the writ of quo warrant. Public-minded person. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നമുക്ക് റിട്സുകളെ കുറിച്ച് നോക്കാം. In India, writs are court's orders or commands issued by the Supreme Court. സുപ്രീം കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് or for other purposes. 5 writs ഉണ്ട്, habeas corpus, mandamus, prohibition, certiorari and quo warranto. Writ എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്, issued by a court to another person or authority, requiring them to act or refrain from acting in a specific way. They are a crucial part of the judicial power of courts in India. The constitution utilizes the concept of പ്രീറോഗേറ്റീവ് റിറ്റ്സ് ഫ്രം ഇംഗ്ലീഷ് കോമൺ ലോ. നമ്മൾ കടമെടുത്തത് എവിടെന്നാ? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എന്തിനാണ്? ദിസ് റിറ്റ് ഈസ് യൂസ്ഡ് ടു എൻഷുർ ദാറ്റ് നോ വൺ ഈസ് ഡീറ്റെയിൻഡ് അൺലോഫുള്ളി ആൻഡ് ടു എൻഷുർ ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇല്ലീഗലി ഇംപ്രിസ്ഡ്. എന്താണ്, നിയമപരമായിട്ട് അല്ലാതെ എന്തെങ്കിലും ഒരാളെ എടുത്ത ഏതാണ് ജയിലിലൊക്കെ അടച്ച ഇതുവഴി നമുക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. മാൻഡമസ് എന്താ? This writ compels a public authority to perform a specific duty that is legally obligated to perform. നിയമപരമായി ചെയ്യേണ്ട കടമകൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കലാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധിക്കുകയാണ്. എ ലോവർ കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഫ്രം എക്സസൈസിങ് ജുഡീഷ്യൽ ജൂറിസ്ഡിക്ഷൻ ബിയോണ്ട് ഇറ്റ്സ് പവേഴ്സ്. അതിന്റെ അധികാര പരിധിയിൽ നിന്ന് മാറി എന്തെങ്കിലും വിധിയോ ഒരു ലോവർ കോർട്ടോ ട്രൈബ്യൂണലോ കൊണ്ടുവന്നാൽ അത് അവിടെ പ്രിവെന്റ് ചെയ്യും. സെർഷോറിന് എന്താണ്? This writ is used to squash or set aside a decision or order of a lower court or tribunal that is illegal or beyond its jurisdiction. അങ്ങനെ ഒരു ഇത് തന്നെയാണ് വരുന്നത്. Quo warranto എന്ന് പറയുന്നത് this writ challenges the authority of a person who is holding a public office or position without a proper legal grounds. അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ. Okay. Who can issue writs? സുപ്രീം കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം, ഹൈക്കോർട്ട്സ് ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. Who can file a writ petition? Any person whose fundamental rights have been violated can file a writ petition with the Supreme Court or High Court. നമ്മുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. In certain cases, a writ petition can also be filed by a public spirited citizen or group of persons in matters of public interest. അങ്ങനെയും അവിടെ സാധിക്കും. അപ്പൊ റിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടു, ഇവർ കുറച്ച് ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത്, ഒക്കെ നോട്ട് ചെയ്യാട്ടോ. വിത്ത് റെഫറൻസ് ടു ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, only 3 ആണ് കറക്റ്റ്. ഇറ്റ് ഹാസ് സീംലെസ് പോർട്ടബിലിറ്റി അക്രോസ് ദ കൺട്രി, അത് കറക്റ്റ് ആണ്. പിന്നെ ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. ഇത് നോട്ട് ചെയ്യാട്ടോ, കാരണം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. വിത്ത് റെഫറൻസ് ടു ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 3, 1 ഉം 3 ആണ്. As per the rules of procedure and conduct of business in Lok Sabha, the election of deputy speaker shall be held on such date as the speaker may fix. അന്ന് തന്നെയാണ്. The deputy speaker has the same power as of the speaker when presiding over the sitting of the house. No appeal lies against his rulings. അപ്പൊ അത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ. Which one of the following has been constituted under the Environmental Act 1986? ഏതാണ്? സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ആണ്. ഓക്കെ. അപ്പോൾ
2021 2022 UPSC ചോദിച്ച പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യാട്ടോ. ഇതിനകത്ത് കണ്ട ഒരു ക്വസ്റ്റ്യൻ, അത് UPSC ഓൾറെഡി 2010 2011 ആ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചതാണ്. അത് PSC നമ്മുടെ ഈ വർഷം 2025 നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ കറക്റ്റ് ആൻസർ അങ്ങനെ തന്നെ വായിച്ചു പോയി നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.